ശരിക്കും അവരുടെ അറിവില്ലായ്മയാണ് അവരാ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് സിനിമയ്ക്ക് മസ്റ്റാണ്. അവർ പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളൊന്നും സിനിമയ്ക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഇവിടെ ഏത് സിനിമയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ ഇല്ലാതെ നടക്കുന്നത്? ഞാൻ അവർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ പ്രൊഡക്ഷൻ അവർ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് എൻ്റെ സിനിമ ചെയ്ത പ്രൊഡക്ഷൻ കൺട്രോളിൽ അത് കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റ് വാങ്ങി, കാറ് വാങ്ങിയത് ഞാൻ എൻ്റെ ഈ സ്വന്തം വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം ഫോർച്യൂണർ ഓടിച്ചാണ് അവരുടെ ഓഫീസിൽ ചെന്നേക്കുന്നത്. ആർട്ടിസ്റ്റുമായി അടി ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ചില ആൾക്കാർ നമ്മളോട് പറയുമ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്താൽ മതി എന്ന് പറയും. സിനിമ തുടങ്ങി കഴിയുമ്പോൾ അവരുടെ ക്യാരക്ടർ മാറും. നമ്മളെല്ലാം വളരെ സൂപ്പർ ഹിറ്റ് എന്ന് വിചാരിച്ചിരുന്ന സിനിമകളുടെ ലിസ്റ്റ് വന്നപ്പോൾ അതൊക്കെ അത്രയും കളക്ഷൻ വന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ലിസ്റ്റിൽ കാണുന്നത്. പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറപ്പെടുവിക്കുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ മാത്രം കണക്കാണ്. ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓഫീസർ 11 കോടി രൂപ ഷെയർ വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്നുള്ള ഷെയറാണ് അവർ പറയുന്നത്. 11 അതിലും കൂടുതൽ വന്നു എന്ന് നമുക്കറിയാം. അവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഉണ്ടാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വന്നൊരു പേരാണ്. ഇങ്ങനെ ഒരു സംഭവം, ഒരു പവർ ഗ്രൂപ്പൊന്നും ഇല്ല. ആ സമയത്ത് പറഞ്ഞു ഞാനൊക്കെ പവർ ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണ്. എന്താണ് ആ പവർ ഗ്രൂപ്പ് എന്ന് ഇപ്പോഴും നമുക്കാർക്കും അറിയില്ല. നീ വീണ്ടും വയസ്സറിയിച്ചു എന്നുള്ള കാര്യം ഞാൻ കുറച്ച് വൈകി അറിഞ്ഞു. എൻ്റെ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ലാസ്റ്റത്തെ എനിക്ക് വന്ന ബർത്ത്ഡേ വിഷാണ്. പുള്ളി മരിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ഒരു ബർത്ത്ഡേ വിഷാണ്. പുള്ളിയും ഞാനും കൂടി ചേർന്നുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി. ഒരു വൻ പടമായിരുന്നു ആദ്യത്തെ പ്ലാൻ ചെയ്ത്. മമ്മൂക്ക, ബീച്ചേട്ടൻ, പൃഥ്വിരാജ്, ആസിഫ് അലി 4 പേരെയും കൂടി വെച്ചിട്ടുള്ളൊരു പടം. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ദ ക്രൂയിൽ എന്നോടൊപ്പം പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസറും ആക്ടറും എല്ലാമായ ശ്രീ ബാദുഷ, നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ ബാദുവൊക്കെയാണ്. ഇക്ക നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നല്ലോ? ഓക്കെ ഇക്ക, ദ ക്രൂ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഇതേപോലെ സിനിമ സെലിബ്രിറ്റീസ്, അതായത് സിനിമാ താരങ്ങളുടെ എല്ലാം ഓരോ നമ്മൾ ഇന്റർവ്യൂസും കാര്യങ്ങളും എല്ലാം എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ലൈം ലൈറ്റിലേക്ക് വന്നിരിക്കുന്ന സിനിമാക്കാരെ, അവരെ സിനിമാക്കാരാക്കുന്നത് നിങ്ങളെ പോലത്തെ ശരിക്കും ഓരോ സിനിമകൾ ഉണ്ടാവുന്നത് ഇതേപോലത്തെ പ്രൊഡ്യൂസറിൽ നിന്നുമാണ് അല്ലേ? പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരാൾ ആ ഒരു സിനിമ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഷൂട്ടിംഗ് സമയത്ത് ഒരു കൺട്രോളർ അനുഭവിക്കുന്ന പ്രഷർ, അല്ലെങ്കിൽ ആ ഒരു യാത്ര, ആ ഒരു സിനിമ മേക്ക് ചെയ്യുന്ന പ്രൊഡ്യൂസറിന്റെ ടെൻഷൻ, ആ ഒരു യാത്ര, നമുക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ട് ചോദിച്ചറിയാൻ പറ്റുന്ന ഏക വ്യക്തിയാണ് ബാദുക്ക. ഇക്കയുടെ തുടക്കം എന്ന് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു റേഷൻ കടയിൽ നിന്നായിരുന്നു എന്നുള്ളത്. ആയിരുന്നു ഇക്ക? അതെ അതെ. എത്ര അത് ഏത് പ്രായത്തിലാണ് ഇക്ക റേഷൻ കട അന്ന് തുടങ്ങിയത്? അത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. നാട്ടിൽ അരൂരായിരുന്നോ? അരൂരായിരുന്നു. ഓക്കെ. വാപ്പയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ വാപ്പ ഹജ്ജിന് പോകുന്ന സമയത്ത് അത് എന്നെ ഏൽപ്പിച്ചിട്ട് പോകുമായിരുന്നു. ഓക്കെ. പിന്നെ ഞാനാണ് അത് നടത്തിയത്. ഇക്കയാണോ മൂത്ത മകൻ? ഞാൻ ഏറ്റവും ഇളയാളാണ്. ആഹാ. ഓക്കെ. അപ്പൊ അങ്ങനെ എത്ര നാളിക്ക അത് കട നടത്തിയിട്ടുണ്ട്? അത് 3-4 വർഷം ഞാൻ തന്നെ നടത്തിയേക്കുന്നത്. ഓക്കെ. ശരിക്കും ആ റേഷൻ കട എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ഉപ്പാപ്പയുടെ, ഉപ്പാപ്പ എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ഉമ്മാടെ വാപ്പ നടത്തിയിരുന്ന റേഷൻ കടയാണ്. ഓ. ആ റേഷൻ കട എൻ്റെ വാപ്പ ഏറ്റെടുക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ മമ്മൂക്കയായിട്ട് അന്നേ നിങ്ങൾ പരിചയമുണ്ടോ? അന്നിപ്പോ മമ്മൂക്കയായിട്ട് പരിചയമൊന്നുമില്ല, പക്ഷെ ആ മമ്മൂക്കയുടെ ഉമ്മാടെ വീട്ടുകാരുമായിട്ട് ഞങ്ങളൊക്കെ നല്ല പരിചയമാണ്. ഓക്കെ. അപ്പൊ സിനിമയിലേക്ക് മമ്മൂക്കയായിട്ട് അടുക്കുന്നത് ഇക്ക സിനിമ മേഖലയിൽ വന്നതിന് ശേഷമാണ്. ഓക്കെ. അപ്പൊ ആ ഒരു ബന്ധവും കൂടി ആയിരിക്കുമോ ഒരു പക്ഷേ മമ്മൂക്കയുടെ ആത്മസുഹൃത്തുക്കളിൽ ഒരാളാവാൻ ഇക്കയ്ക്ക് പറ്റിയതും? ആയിരിക്കാം. കാര്യം വാപ്പാനെയൊക്കെ നമുക്കൊക്കെ അറിയാമായിരുന്നു. ആണ്. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഒരു ദിവസം എന്നോട് ചോദിച്ചു, നിന്റെ വീട് എവിടെയാണ്? ഞാൻ പറഞ്ഞ പോലെ ചന്ദ്രൂരാണ്. ചന്ദ്രൂർ എവിടെ? ഞാൻ പറഞ്ഞ പോലെ പാണ്ഡ്യാമ്പറമ്പിൻ്റെ അടുത്താണ്. പാണ്ഡ്യാമ്പറമ്പെന്നാണ് മമ്മൂക്കയുടെ ഉമ്മയുടെ വീട്ടുപേര്. ഓക്കെ. അവിടെ എവിടെ? ഞാൻ പറഞ്ഞു ഇന്നാള്. അപ്പോൾ വാപ്പാൻ എന്നൊക്കെ നാട്ടിൽ സെക്രട്ടറി എന്നാണ് അറിയപ്പെടുന്നത്. സെക്രട്ടറിയുടെ മോനാണല്ലേ നീ? അങ്ങനെയാണ് അവിടെ മുതലാണ് അടുത്ത് തുടങ്ങിയത്. അത് ഒരേ കടൽ എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. ഞാൻ മമ്മൂക്കയുടെ സിനിമ ആദ്യമായിട്ട് ചെയ്യുന്നതും ഒരേ കടലാണ്.
ഓക്കെ, അതായിരുന്നു ഫസ്റ്റ് മൂവി അല്ലേ മമ്മൂക്കയുടെ? മമ്മൂക്കയുടെ ഫസ്റ്റ് മൂവി, ഓക്കെ, മമ്മൂക്കായുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് മൂവി. ഓക്കെ, അവിടെ നിന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ് നിങ്ങളുടെ അല്ലേ? ഓക്കെ, ഇക്കയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ ആയിട്ടായിരുന്നില്ല, പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റേഷൻ കട നടത്തിക്കൊണ്ടിരുന്ന ഒരു സാധാരണ പയ്യന്റെ മനസ്സിലേക്ക് സിനിമാ മോഹം അത് എവിടുന്ന് വന്നതാ? സിനിമാ മോഹം ചെറുപ്പത്തിൽ തന്നെ വന്നതാണ്. ഞങ്ങൾ ചന്ദരൂർ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു വാപ്പയ്ക്ക്, ചന്ദരൂർ സെലക്ട് എന്നും പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ അവിടെയൊക്കെ സിനിമ കണ്ട് അങ്ങനെ സിനിമാ മോഹം മനസ്സിലുണ്ടായിരുന്നു. പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അതായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ അതേ മോഹമായിട്ട് എനിക്കൊരു കൂട്ടുകാരൻ അവിടെ വന്നു. ഷിജു അരൂർ എന്നാണ് പുള്ളി. ഇന്ന് സീരിയലിലെ ഏറ്റവും തിരക്കുള്ള ഡയറക്ടറാണ്. അപ്പോൾ ഞങ്ങൾ പ്രീ ഡിഗ്രി സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് പ്രീ ഡിഗ്രി സമയത്ത് തന്നെയാണ് അവനിതുപോലെ തന്നെ അവനിങ്ങനെ ഓരോ പരിപാടിക്ക് ഇങ്ങനെ പോയി അങ്ങനെ ഒരു നിയാസ് കാക്കാഴ് എന്ന് പറയുന്ന അന്നൊരു സീരിയൽ ഡയറക്ടറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പോയി അവനാണ് ആദ്യം പോകുന്നത്. അതിനുശേഷം ഞാൻ വരുവാണ്. ഞാൻ പിന്നെ വരുന്നത് ഒരു ഡോക്യുമെൻ്ററി ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് കിടക്കുന്നത്. കിഴക്കിൻ്റെ വെനീസ് എന്നും പറഞ്ഞ അന്ന് ആലപ്പുഴ ജില്ലയുടെ ടൂറിസത്തെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ഈ റേഷൻ കട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നുണ്ടാക്കിയ സമ്പാദ്യമാണ്, അവിടെ നിന്നാണ് ഞാനിത് ആരംഭിക്കുന്നത്. ഈ റേഷൻ കട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ അതിലോട്ട് ഇറങ്ങുന്നു. അവിടെ നിന്ന് പിന്നെ ആരംഭിച്ച് പിന്നെ ആ സമയത്ത് ഞാൻ പറയില്ല, ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഈ ദൂരദർശനും ഇതൊക്കെ ഉള്ളപ്പോൾ അവിടെ ഈ ടെലിഫിലിമുകളും ആൽബംസുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ. പിന്നീട് ഈ ഡോക്യുമെൻ്ററിയൊക്കെ അങ്ങനെ ഇതൊക്കെ ചെയ്താണ് ഞാൻ സിനിമയിലോട്ട് വരുന്നത്. ബതുക്കയുടെ തുടക്കം എന്ന് പറയുന്നത് വർഗം സിനിമ, ഇങ്ങനെയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യാവസ്ഥ എന്നുള്ളതും. അപ്പൊ അവിടെ നിന്നും ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളിൽ നിന്ന് യാത്രയിൽ നിന്നും പ്രൊഡ്യൂസറിലേക്ക് ഇക്കയ്ക്ക് വരാനുള്ള ആ സ്വിച്ച് ചെയ്യാനുള്ള ആ ഒരു കാരണം അല്ല, ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷിനോയി എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ലിയോ ഡയറക്റ്റ് ചെയ്ത ജയറാമേട്ടൻ്റെ ഒരു പടമാണ് പുള്ളി ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സിനിമയിൽ ഞാനാണ് പ്രൊഡക്ഷൻ കൺട്രോൾ. അവിടെ നിന്ന് ഞങ്ങൾ ഭയങ്കര കണക്ഷൻ ആവുന്നു. അപ്പോൾ എന്നോട് പറയും നമുക്ക് പടം പ്രൊഡ്യൂസ് ചെയ്താലോ എന്ന് പുള്ളി ചോദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു പ്രൊഡക്ഷൻ പരിപാടി ആലോചിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ ഫഹദുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും. ഫഹദ് ഒരു ഡേറ്റ് തരാമെന്ന് പറയും. അങ്ങനെ ഒരു പ്രൊജക്റ്റാണ് അവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നത്. ആ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ആ പടം നടന്നിട്ടില്ല. ആ പടം ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ബിപിൻ വിഷ്ണുവും കൂടി അവരാദ്യത്തെ ഡയറക്ഷൻ പരിപാടി അങ്ങനെ പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ എന്നൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നതും ആ സിനിമ ഞങ്ങൾ ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാനൊരു സിനിമ പ്രൊഡ്യൂസർ പാർട്ട്ണറായിട്ട് ചെയ്തു. നിഴൽ എന്ന് പറഞ്ഞ് ചാക്കോച്ചനും നയൻതാര അഭിനയിച്ച സിനിമ. ഞാനും ആൻഡോ ചേട്ടനും അഭിജിത്ത് എന്നൊക്കെ പറഞ്ഞൊരു ടീം, ഞങ്ങളൊരു 3-4 പേര് കൂടി ചേർന്നിട്ടാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് ഈ വരുന്ന വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയിലോട്ട് എത്തുന്നത്. ഓക്കെ. അപ്പം ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തിടെ ഒരാൾ പറഞ്ഞൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇന്ന് വെറും സിനിമയിൽ ആർട്ടിസ്റ്റുകളെ അവരുടെ ഡേറ്റ് എടുത്ത് സിനിമയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളായി മാറിയിരിക്കുന്നു എന്നുള്ളത്. ഇതിൻ്റെ പിന്നിൽ അത് ശരിക്കും അവരുടെ അറിവില്ലായ്മയാണ് അവരാ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് സിനിമയ്ക്ക് മസ്റ്റാണ്. അവർ പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളൊന്നും സിനിമയ്ക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഇവിടെ ഏത് സിനിമയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ ഇല്ലാതെ നടക്കുന്നത്? അവർ തന്നെ പറയുന്നു അവർ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഇത്രയും സിനിമ ചെയ്തിട്ട് അവർക്ക് പ്രൊഡക്ഷൻ കൺട്രോൾ ഇല്ലാതെ സിനിമ ചെയ്യാൻ പറ്റുമോ? പ്രൊഡക്ഷൻ കൺട്രോൾ ആവശ്യമില്ല എന്ന് അവർക്ക് തോന്നിയെങ്കിൽ പിന്നീട് അവരൊരു സിനിമ ചെയ്തതിന് ബാക്കിയുള്ള പടത്തിൽ അവരെന്തിനാണ് പ്രൊഡക്ഷൻ കൺട്രോളിൽ വെച്ചത്? അവർക്ക് അങ്ങോട്ട് മാനേജ് ചെയ്താൽ പോരെ. സിനിമയ്ക്ക് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പ്രൊഡക്ഷൻ കൺട്രോൾ മസ്റ്റാണ്. അവരുടെ അറിവില്ലായ്മ അവരെന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർമാർ കള്ളന്മാരാണ് എന്നൊക്കെയാണ് അവർ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നത്. ഇവിടെ ഏത് പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് കള്ളന്മാരായേക്കുന്നത്? ഏതായാലും ഒരു പ്രൊഡ്യൂസർ അറിയാതെ ഒരു സിനിമയുടെ ഒരു കാര്യവും നടക്കില്ല. സാമ്പത്തിക കാര്യങ്ങൾ പ്രൊഡ്യൂസർ അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 രൂപ കൊടുക്കണമെങ്കിൽ പോലും പ്രൊഡ്യൂസറോട് ചോദിക്കാതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അവർ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറഞ്ഞത്. അതിനിപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ അവർക്കെതിരെ നിയമ നടപടികളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അവർക്ക് ആരെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവം പെട്ട ആൾ, ഞാൻ അവരുടെ സിനിമ ചെയ്ത വ്യക്തിയാണ്. ഞാൻ അവർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ പ്രൊഡക്ഷൻ അവർ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് എൻ്റെ സിനിമ ചെയ്ത പ്രൊഡക്ഷൻ കൺട്രോളിൽ അത് കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റ് വാങ്ങി, കാറ് വാങ്ങിയെന്നൊക്കെ. ഞാൻ എൻ്റെ ഈ സ്വന്തം വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം ഫോർച്യൂണർ ഓടിച്ചാണ് അവരുടെ ഓഫീസിൽ ചെന്നേക്കുന്നത് സിനിമ ചെയ്യാൻ വേണ്ടി.
അപ്പോൾ അവർ എന്തർത്ഥത്തിലാണ് ഈ പറഞ്ഞേക്കുന്നത്? പിന്നെ മാത്രമല്ല, ഒരു ഫ്ലാറ്റ് വാങ്ങാനും ഒരു കാർ വാങ്ങാനും ഒക്കെ ഒരാളിത് അടിച്ചു മാറ്റുമ്പോഴേക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ പ്രൊഡ്യൂസർക്ക്? ഒരു ഫ്ലാറ്റ് വാങ്ങാനും ഒരു കാർ വാങ്ങാനൊക്കെ ഏറ്റവും കുറഞ്ഞത് മിനിമം ഒരു 35-40 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരണം എടുക്കാനായിട്ട്. ഒരു ഫ്ലാറ്റ് എടുക്കണമെങ്കിൽ അത് വേണം. അത്രയും പൈസ ഇവരുടെ പ്രൊഡക്ഷനിൽ നിന്ന് ഒരാൾ അടിച്ചുകൊണ്ട് പോകുമ്പോൾ തിരിച്ചറിയാനുള്ള കഴിവ് ഇവർക്കില്ല. ഇവർ ഇത്രയും സിനിമ ചെയ്ത പ്രൊഡ്യൂസറല്ലേ? അപ്പോൾ അവർ വിഡ്ഢിത്തമാണ് ഈ പറഞ്ഞത്. അവർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി, അവർ ഷൈൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു. കുറച്ചാൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പുറകെ പോയി, അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വരുന്നു, കുറച്ച് ഫെഫ്കയുടെ പുറകെ പോകും. നമ്മൾ കേൾക്കുന്ന മൈൻഡിക്കണേ ഇല്ല. പോട്ടെ, പ്രൊഡക്ഷൻ കൺട്രോൾ ഇല്ലാതെ ഒരു സിനിമയും നടക്കാൻ പോകുന്നില്ല. അതെ, പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന പണി, അതായത് ഓക്കെ, ഇങ്ങനെ ഒരു ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും ഒക്കെയായി, ഇനി നമ്മൾ പ്രൊജക്റ്റിലേക്ക് കയറാൻ നമുക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അങ്ങ് ആര് വേണം നമുക്ക് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വെക്കണം എന്നുള്ളത് അവിടെ അവർ ആദ്യം തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ തുടങ്ങുകയാണ് ആരെയാണോ നിയോഗിച്ചത് അവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ ഈ സെറ്റിൽ ആരൊക്കെ ഉറങ്ങിയാലും ആരൊക്കെ ലേറ്റായിട്ട് വന്നാലും ആരൊക്കെ ഇങ്ങനത്തെ എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം പ്രൊഡക്ഷൻ കൺട്രോളറിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു ടെൻഷൻ ശരിക്കും അനുഭവിച്ച ഒരാളാണ്. അതേസമയം ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടെൻഷനും അനുഭവിച്ച ഒരാളാണ്. ഇക്കയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ കൂടുതൽ തോന്നിയിരിക്കുന്നത് ഈ പ്രൊഡ്യൂസറാണോ അത് പ്രൊഡക്ഷൻ കൺട്രോളർ? അല്ല, രണ്ടിൻ്റെതായ പ്രഷറുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് നിൽക്കുമ്പോൾ ആ സിനിമയുടെ ഫുൾ ഉത്തരവാദിത്തം, അതായത് ആ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ, ആ തിയേറ്ററിൽ ഇറങ്ങി അത് ഓടുന്നത് വരെ, ഓടിക്കുന്നത് വരെയും അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം ഒരു പ്രൊഡക്ഷൻ കൺട്രോളിൽ നിക്ഷിപ്തമാണ്. അതെ, അത് ഇപ്പോൾ ഇപ്പോഴേ നമ്മളൊക്കെ വന്ന സമയത്ത് ഒരു പ്രൊജക്റ്റ് തുടക്കം മുതൽ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കണം. ഒരു സബ്ജക്റ്റ് വരുന്നു, അതിനൊരു ഡയറക്ടർ തീരുമാനിക്കുന്നു, ആ ഡയറക്ടർക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നു, അതിന് പറ്റിയ ഒരു ആർട്ടിസ്റ്റിനെ അവർ പറയുമ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ പിന്നാലെ പോകുന്നു, ഇത് കേൾപ്പിക്കുന്നു, അവരുടെ ഡേറ്റ് കൺഫേം ചെയ്യുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഒരു കഥയൊക്കെ ആയി കഴിയുമ്പോൾ അവർ തന്നെ നേരിട്ട് ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രൊഡക്ഷനൊക്കെ ആയി കഴിയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അവരെല്ലാവരും കൂടി തീരുമാനിക്കണം. ആ പ്രൊഡ്യൂസറും ഡയറക്ടറും അവർക്ക് പറ്റിയ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ തീരുമാനിക്കും. നമ്മൾ വന്ന സമയത്തൊക്കെ അങ്ങനെയല്ലായിരുന്നു, ഞാൻ തുടക്കം പറഞ്ഞ പോലെയായിരുന്നു. അങ്ങനെ ഒരു സാധനം ഏറ്റെടുത്താൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം, ഈ ഒരു സെറ്റിൽ ഒരു 100 പേരുണ്ടെങ്കിൽ ഈ 100 പേർക്കും ഒരു കുറവുമില്ലാതെ ഇവരെല്ലാം നോക്കിയും ഇവരുടെ കാര്യങ്ങളും നടത്തിയും ഈ സിനിമയ്ക്കൊരു കുഴപ്പമില്ലാതെ, അതായത് ഡയറക്ടർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവിടെ നടക്കുകയും വേണം, പ്രൊഡ്യൂസർ ചെയ്യുന്ന ആവശ്യമില്ലാതെ കാശ് പോവുകയും ചെയ്യാൻ പാടില്ല. ഇത്രയും വലിയ ഭാരിച്ച ഉത്തരവാദിത്തം പ്രൊഡക്ഷൻ കൺട്രോളിൽ നിൽക്കും. നമ്മുടെ ഈ വർഷം റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ ഒരു ലിസ്റ്റും വന്നിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ അതിൻ്റെ കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം വളരെ സൂപ്പർ ഹിറ്റ് എന്ന് വിചാരിച്ചിരുന്ന സിനിമകളുടെ ലിസ്റ്റ് വന്നപ്പം അതൊക്കെ അത്രയും കളക്ഷൻ വന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ലിസ്റ്റിൽ കാണുന്നത്. അത് പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറപ്പെടുവിക്കുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ മാത്രം കണക്കാണ്. ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓഫീസ് റൗണ്ട് കൂട്ടി 11 കോടി രൂപ ഷെയർ വന്നിട്ടുള്ളൂ. അത് കേരളത്തിൽ നിന്നുള്ള ഷെയറാണ് അവർ പറയുന്നത്. 11 അതിലും കൂടുതൽ വന്നു എന്ന് നമുക്കറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചപ്പോൾ അതിലും കൂടുതൽ അവർക്ക് കഴിഞ്ഞ ദിവസം വരെയും ഷെയർ വന്നു. ബാക്കിയുള്ളത് അവർ കണക്കി പറയുന്നില്ല. ഈ സിനിമ ഔട്ട് ഓഫ് കേരള റിലീസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു ഷെയർ ഉണ്ട്. ഇത് GCC, അതായത് ഓവർസീസ് റിലീസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വരുന്നൊരു ഷെയർ ഉണ്ട്. പിന്നെ സാറ്റലൈറ്റ് ഡിജിറ്റൽ റൈറ്റ്സ് പോകുമ്പോൾ അവിടെ നിന്ന് തന്നെ കണക്കുണ്ട്. ഇതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ സിനിമ നഷ്ടമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. എല്ലാ സിനിമയെന്നല്ല ഞാൻ പറയണത്. ഇവിടെ മലയാളത്തിൽ അത്യാവശ്യം ഓടുന്ന പടങ്ങളെ നമുക്ക് മറ്റുള്ള ബിസിനസ്സിലോട്ട് പോകുള്ളൂ. പക്ഷേ ഒട്ടുമിക്ക സിനിമകളും ഔട്ട് ഓഫ് കേരളയും ഓവർസീസ് എല്ലാം റിലീസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നൊരു വരുമാനം കൂടി കണക്ക് കൂട്ടുമ്പോൾ ഈ നഷ്ടം വരുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനോട് ചേർത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ചാക്കോച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കേട്ട് കാണുമല്ലോ. ഇന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെ നഷ്ടമുള്ള ഇതാണ്, ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രീ ആയിട്ട് സിനിമ ചെയ്തു കൊടുക്കാം. ഈ കേരളത്തിനുള്ളിലത്തെ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന പൈസ എത്രയാണെങ്കിലും അത് പ്രൊഡ്യൂസർ എടുത്തോട്ടെ. ഈ പറയുന്ന കേരളത്തിന് പുറത്തും അന്യ നാടുകളിലും ഒക്കെ ഉള്ളതും സാറ്റലൈറ്റും OTT-യുമായിട്ടുള്ള റേറ്റ് എനിക്ക് തന്നാൽ മതി. അപ്പോൾ ഇവിടത്തേക്കാളും കൂടുതൽ എമൗണ്ട് ആണത്. ഈ പറഞ്ഞ ഒരു സിനിമ ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണം, ഇപ്പം ഏകദേശം 10 രൂപയിലും മേൽ വന്ന രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ പുറത്തുനിന്ന് ഏകദേശം അതുപോലെ തന്നെ 4-5 രൂപ പുറത്തുനിന്നും വന്നിട്ടുണ്ട്. ഔട്ട് ഓഫ് കേരളയിൽ നിന്ന് 1-1.5 രൂപയോളം വന്നിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ റൈറ്റ്സ് ആയതുകൊണ്ട് 7-7.5 രൂപയ്ക്ക് അത് പോയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ അതാണ് ഇവിടുന്ന് ഉള്ളതിനേക്കാൾ കൂടുതൽ അതല്ലേ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പറയുന്നതും ഒരു പ്രൊഡ്യൂസർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കൊടുക്കാനും അല്ല, അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. ചാക്കോച്ചൻ അതിനൊരു ഉദാഹരണം പറഞ്ഞല്ല, ചാക്കോച്ചന് വേണമെന്നല്ല പറഞ്ഞത്.
അവർ ഇട്ടിരിക്കുന്ന പ്രസ്താവനയ്ക്കെതിരായിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യമാണത്. അത് മറ്റുള്ളവർ മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലാതെ എനിക്ക് ആ റൈറ്റ്സ് എല്ലാം കൂടി വേണമെന്നല്ല പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളി പറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള ഷെയർ പ്രൊഡ്യൂസർ എടുത്തോട്ട് എനിക്ക് ബാക്കിയുള്ളത് തന്നാൽ മതി എന്ന് പുള്ളി പറഞ്ഞതാണ്. ഓക്കെ, ഇക്ക ഞാനൊരു സെഗ്മെന്റിലേക്ക് പോവാണേ. ആദ്യത്തെ ചോദ്യം, സെറ്റിലെ ലഹരി ഉപയോഗത്തിനെതിരെ ഒരു ആർട്ടിസ്റ്റിനോട് കർശനമായി ഇക്ക പ്രതികരിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗമൊന്നും ഞാൻ വർക്ക് ചെയ്ത സെറ്റിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. മദ്യപിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു ആർട്ടിസ്റ്റിനോട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, ഇങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഇത്തരത്തിലുള്ള ലഹരി സെറ്റിൽ വളരെയധികം ഉണ്ട് എന്നുള്ളത്. അത് വേറെ കുറച്ച് പ്രൊഡ്യൂസേഴ്സിന് അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ പറയുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങളുടെ ഇടയിൽ ഇതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു നിങ്ങൾ? അല്ല, ഞങ്ങൾ ഇപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ എന്നുള്ള രീതിയിൽ നമ്മളെടുത്തേക്കുന്ന തീരുമാനം, ആരെങ്കിലും സെറ്റിൽ ലഹരി ഉപയോഗിക്കണം കണ്ടാൽ അവരെ നമ്മൾ കർശനമായിട്ടും സിനിമയിൽ നിന്ന് പുറത്താക്കും. അത് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സെറ്റിൽ ആരെങ്കിലും ഉപയോഗിക്കുന്ന കണ്ടാലും അയാളെ പുറത്താക്കാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇനി അങ്ങനെ ഒരാൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയനിലെ ഒരാളെ പിടിച്ചു, ഇയാളെ ഇനി മുന്നോട്ട് വർക്ക് ചെയ്യിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോളർമാരെന്ന് പറയുന്നത് നമ്മുടെ ഈ യൂണിയൻ എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും സിനിമയിൽ സ്ട്രോങ് തന്നെയാണ്. നമ്മൾ കാരണമല്ലേ ഇവർക്കൊക്കെ വർക്ക്, നമ്മൾ ഒരേ ആൾക്കാരെ വിളിച്ചു കൊടുക്കും. നമ്മളിവർ വേണ്ടെന്ന് വെച്ചാൽ പോരെ, പ്രശ്നമുള്ളവരെ മാറ്റി ഒഴിവാക്കി ബാക്കിയുള്ളവരെ വിളിച്ച് വർക്കിന് വെക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർമാരെ ചൂഷണം ചെയ്യുന്ന സംവിധായകർ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അവിടെ അപ്പം സംവിധായകനൊന്നും ചെയ്യാൻ പറ്റില്ലേ? അല്ല, സംവിധായകന്റെ കൂടെ വരുന്ന അസിസ്റ്റൻസ് എല്ലാം സംവിധായകൻ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഒരു ഡയറക്ടർ വരുമ്പോൾ അയാളുടെ കൂടെ ഇത്ര അസിസ്റ്റൻസ് ഉണ്ടെന്ന് അവർ വെക്കുന്നതാണ്. അവർക്ക് ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുമായിരിക്കും, അത് അവരുടെ ഇടയിൽ പോകുന്ന കാര്യങ്ങളാണ്, അതിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. പ്രതിഫലത്തിന്റെ പേരിൽ ആർട്ടിസ്റ്റുമായി അടി ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടായിരിക്കില്ലേ എല്ലാം വന്നിട്ടുണ്ടാവുക, പിന്നീട് ഒരു കൺഫ്യൂഷൻ വരാൻ? അല്ല, ഈ ചില ആൾക്കാർ നമ്മളോട് പറയുമ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്താൽ മതി എന്ന് പറയും. സിനിമ തുടങ്ങി കഴിയുമ്പോൾ അവരുടെ ക്യാരക്ടർ മാറും. അപ്പം നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഹീറോ കഴിഞ്ഞ് ബാക്കി ഇങ്ങോട്ട് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് നമ്മളൊരു ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ടാവും. അത് ഇവർ പറയുന്ന ആർട്ടിസ്റ്റ് കുറേ പേരെ നമ്മൾ നേരിട്ട് വിളിച്ച് അവരുടെ എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ചില ആൾക്കാർ പറയും നിങ്ങൾ എന്താ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പം നമ്മളൊരു അയാളുടെ ഒരു ഇതനുസരിച്ച് അയാൾ എത്ര ദിവസം വർക്ക് ഉണ്ട് അതിനുള്ളൊരു ശമ്പളം നമ്മൾ തീരുമാനിക്കും. അത് നമ്മൾ തീരുമാനിച്ചേക്കുന്നതാണ്, അവർ പറഞ്ഞേക്കണമായിരിക്കില്ല, പക്ഷെ അവരെ നമ്മൾ അറിയിച്ചിട്ടുണ്ടാവും. പക്ഷെ കുറേ കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവം മാറും. അതൊന്നും പറ്റേ പോരാ, നമുക്ക് എങ്ങനെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ട്. ഓക്കെ, ഇതൊക്കെ സ്വാഭാവികം അല്ലേ? കാര്യത്തിലുള്ള ക്ലാരിറ്റി കുറയുമ്പോൾ പിന്നീട് അങ്ങോട്ട് വരുന്ന ഓരോ കൺഫ്യൂഷൻസ് ഒക്കെയാണ് ഇതെല്ലാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അനുഭവം വരുമ്പോൾ പിന്നീട് ഇനി ഇങ്ങനത്തെ ഒരു അനുഭവം വരാതിരിക്കാൻ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ എല്ലാം ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തില്ലേ? എല്ലാവരും അങ്ങനെ. ഇപ്പം ഈ സെറ്റിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അടുത്ത സെറ്റിൽ അയാളെ വെക്കാതിരിക്കണമെന്നില്ല. കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അയാൾ അടുത്ത പടത്തിൽ വെക്കുക എന്നുള്ളതൊക്കെ തന്നെ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ പക്ഷെ പിന്നെ അയാൾ അവോയ്ഡ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതായിരിക്കും വെക്കുന്ന തീരുമാനം. പല സംഘടനകളുടെയും തലപ്പത്ത് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. അത് വെറുതെ പറയുന്ന അങ്ങനെയൊന്നുമില്ല. ഇല്ല, പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഉണ്ടാക്കിയ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വന്നൊരു പേരാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു പവർ ഗ്രൂപ്പ് ഒന്നും ഇല്ല ഒരിടത്ത്. ആ സമയത്ത് പറഞ്ഞു ഞാനൊക്കെ പവർ ഗ്രൂപ്പിന്റെ ആൾക്കാരാന്ന് പറഞ്ഞു. എന്താണ് ആ പവർ ഗ്രൂപ്പ് എന്ന് ഇപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് പേരിട്ട് അല്ലേ? അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയാൻ സിനിമയിലില്ല. ഇല്ല. എന്റെ സിനിമയിൽ ജോലി ചെയ്ത എല്ലാവർക്കും ഞാൻ കൃത്യമായി പ്രതിഫലം വാങ്ങി കൊടുക്കാറുണ്ട്. ആർക്കാണെങ്കിലും, അത് ഏത് ലെവലിലുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിലും ഏത് ലെവലിലുള്ള ടെക്നീഷ്യന്മാരാണെങ്കിലും ഇതുവരെയുള്ള എല്ലാ സിനിമകളിലും ഞാൻ കൃത്യമായിട്ട് ഇപ്പം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണെങ്കിലും ശരി, വർക്ക് ചെയ്തിട്ടുള്ള സിനിമയാണെങ്കിലും ശരി, കൃത്യമായിട്ട് അവരുടെ ശമ്പളം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ ശമ്പളം ചിലപ്പോൾ കിട്ടാറൊന്നും വരില്ല, കൃത്യമായിട്ട് കിട്ടിയെന്ന് വരില്ല. ഏറ്റവും അവസാനം മിക്ക പടങ്ങളിലും ബലിയാടാവുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ്. ആണോ? ലാസ്റ്റ് നിമിഷം വരെ നിൽക്കുമല്ലേ, അവസാനമല്ലേ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മൾ പിന്നെ മതി എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ പോയി പല പടങ്ങളിൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരേക്കും മിക്കയ്ക്ക് കിട്ടാതെ പോയിട്ടുണ്ട്, ഒരുപാടുണ്ട്. ഓ, വീണ്ടും ഒരു റിസ്ക് എടുത്ത് അടുത്ത സിനിമ പ്രൊജക്റ്റിലേക്ക് കയറും. പിന്നെ തീർച്ചയായിട്ടും
അതൊക്കെ ഒരു ശുഭാപ്തി വിശ്വാസമല്ലേ അത്രേ ഉള്ളൂ. നമ്മൾ ഇനി ഇപ്പൊ കിട്ടിയ ഇത് ഇനി അടുത്ത പ്രൊജക്റ്റിൽ കിട്ടില്ല, നമുക്ക് എന്തായാലും പൈസ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നും പറഞ്ഞ എല്ലാവരും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ചില സിനിമകളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അവസാനം അവർക്ക് കടം പറയാൻ പറ്റും, ഒരു പ്രൊഡ്യൂസർക്ക് കടം പറയാൻ പറ്റുന്ന പ്രൊഡക്ഷൻ കൺട്രോളോട് മാത്രമേ ഇടാ എന്ത് ചെയ്യണം, കുഴപ്പമില്ല ഏട്ടാ കിട്ടുമ്പോൾ മതി എന്നുള്ള രീതിയിലേ പോകാൻ പറ്റില്ല. എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല, ഈ സിനിമ ഞാൻ ഇറക്കാൻ സമ്മതിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അത്ര ആത്മാർത്ഥയുടെ അത്രയും നാൾ ആ സിനിമയുടെ കൂടെ നിന്നാൽ അവസാന നിമിഷം നമുക്കത് മാറ്റി പറയാൻ പറ്റില്ല. ഓക്കെ, ഷോട്ട് റെഡി ആയാലും കാരവനിൽ നിന്ന് ഇറങ്ങാൻ മടിക്കുന്നവർ ഉണ്ട്. ഉണ്ട് ചിലപ്പോൾ 2-3 പ്രാവശ്യം പോയി വിളിക്കുമ്പോഴായിരിക്കും ചിലർ ഇറങ്ങി വരുന്നത്. ഇന്നും അങ്ങനെയുള്ളവരുണ്ട്. പഴയ തലമുറയിലെ പല സിനിമാ നിർമ്മാതാക്കൾക്കും പുതിയ തലമുറയിലെ പ്രൊഡ്യൂസർമാരോട് ഈഗോ പ്രശ്നങ്ങൾ ഉണ്ട്. ഈഗോ പ്രശ്നങ്ങൾ ഇല്ലാതില്ല. ഇക്ക ഒന്നും വിട്ടു പറയാതെ സൈഡിലേക്ക് നിന്ന് നിൽക്കുകയാണ്. ഓക്കെ, ശരി. ഒരേ സമയം ഇക്ക 12 സിനിമകൾ മാനേജ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ഒരു റിസ്ക് എന്ന് പറയുന്നത് ചില്ലറ റിസ്ക് ഒന്നുമല്ല. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരേ സമയത്ത് ഒരു സിനിമ തരുന്ന പ്രഷർ ചില്ലറയല്ല. അത് നമുക്കൊക്കെ അറിയാം, സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഇക്ക എങ്ങനെ 12 സിനിമ മാനേജ് ചെയ്തു ഒരേ സമയം? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഞാൻ പറയും, എൻ്റെ പ്രൊഡ്യൂസേഴ്സും എൻ്റെ ഡയറക്ടേഴ്സും പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, ഇവർ തരുന്ന ധൈര്യമാണ്. ഇപ്പം ഞാനൊരു പടം ചെയ്യുവാണ്, ഞാൻ ഒരേ സമയം ചെയ്ത 4 സൂപ്പർ സ്റ്റാറിൻ്റെ പടം പറയാം. മമ്മൂക്കയുടെ പുള്ളിക്കാരൻ സ്റ്റാർ, ലാലേട്ടൻ്റെ 1971 ബിയോണ്ട് ബോർഡർ, ജയറാമേട്ടൻ്റെ ആടുപുലിയാട്ടം, പൃഥ്വിരാജിൻ്റെ ആദം ജോ, ഈ 4 സിനിമ ഒരേ സമയം ഏകദേശം ചെയ്യുന്നു. എനിക്ക് ഈ നമ്മുടെ പുള്ളിക്കാരൻ സ്റ്റാറിൻ്റെ പ്രൊഡ്യൂസർ രാകേഷ് ഏട്ടനും സംവിധായകൻ ശംജിച്ചുവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും മറ്റത് പോയി ചെയ്തോളാം, എനിക്ക് അനുവാദം തന്നാലേ പോകാൻ പറ്റുള്ളൂ. അതെ, നീ ഇവിടെ സ്ട്രോങ് ആയിട്ട് രണ്ടുപേരും വെച്ചോന്നുണ്ടെങ്കിൽ അത് ചെയ്തു. അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് ആ സമയത്ത് എല്ലാവരുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, 4 സിനിമ അല്ലെങ്കിൽ ആ 10 സിനിമ ചെയ്യുമ്പോൾ ആ സെറ്റിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരു മേൽനോട്ടം ഉണ്ടാവും. അവിടെ എന്നെപ്പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു 4 പേരുണ്ടാവും. അവർ ഭംഗിയായിട്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് അവർ വർക്ക് ചെയ്ത് തന്നുകൊണ്ടാണ് എനിക്ക് അത്രയും സിനിമകൾ ചെയ്യാൻ പറ്റിയത്. അവിടെ ഒരു ഈഗോ ഇല്ലാതെ വർക്ക് പോയത് കൊണ്ട് മാത്രമാണ് അത് നടന്നത്. പക്ഷെ അങ്ങനെ ആയാൽ പോലും ഇക്കയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണ്? ഇത് തന്നെ പറയുന്നുണ്ട് ഭയങ്കര ടെൻഷനുള്ള പണിയാണെന്ന്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറയായിട്ടുള്ള കാര്യമായിരുന്നു. അതെല്ലാം പടച്ചോൻ തീരുമാനിച്ച ആ സമയത്ത് എല്ലാം അങ്ങ് നടന്നുപോയി. അപ്പൊ ഇനിയാണെങ്കിലും ഇതേപോലെ ഒരേ സമയം പല പ്രോജക്റ്റുകൾ ചെയ്യാൻ ഇക്ക ഇനിയാണെങ്കിലും അല്ല, ഇനി ഞാൻ അങ്ങനെ അധികം ശ്രമിക്കില്ല. അത് അത്രയും സ്ട്രെയിനൊന്നും ഇനി അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരും 2-3 പടമൊക്കെ ഒന്നിച്ച് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ നിലവിൽ ഉള്ള കൺട്രോളർമാരിൽ പലരും 1-2-3 പടം 4 പടമൊക്കെ ഒന്ന് ചെയ്യുന്ന. ഇതെല്ലാം ഒരു പ്രചോദനം ആയി കൊടുത്തത് ഞാനാണെന്നുള്ള അഭിമാനം മാത്രം. ഓക്കെ, മുന്നിൽ നിന്ന് കാണിച്ചു കൊടുത്തു, ദേ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ആ ഒരു മാതൃക കാണിച്ചു കൊടുത്തു. ഓക്കെ, അവസരം ചോദിച്ച് വിളിക്കുന്ന ആരെയും ഇക്ക നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരാൾക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു വന്നാൽ ഇക്കയ്ക്ക് പറ്റുന്ന പോലെ ഇക്ക ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യും. പിന്നെ വിളിച്ചവരോട് ഒരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല. അവരെല്ലാം ആഗ്രഹം വിളിക്കണമല്ല, അപ്പം അയാളോട് നടക്കൂല എന്ന് പറയാൻ പറ്റുള്ളൂ. ചിലർ വിളിക്കുമ്പോൾ പറയും ഇപ്പോൾ പ്രോജക്റ്റ് ഒന്നുമില്ല, പ്രോജക്റ്റ് ഉള്ളപ്പോൾ വിളിക്കും. മുമ്പ് വിളിക്കുമ്പോൾ പ്രോജക്റ്റ് എന്തെങ്കിലും ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നിച്ചധികം പടമൊന്നും ചെയ്യാത്തത് കൊണ്ട്, ഈ പ്രൊഡക്ഷനിലോട്ട് ഇറങ്ങിയത് കൊണ്ട് ഈ പടങ്ങൾ അധികം വർക്ക് ചെയ്യാത്തതുകൊണ്ട് വളരെ ചുരുക്കം പടങ്ങളെ വർക്ക് ചെയ്യണം. അപ്പോൾ ഉണ്ടെങ്കിൽ വിളിച്ചു കൊടുക്കും, ഇല്ലെങ്കിലും വിളിക്കുന്നവരെ സമാധാനിപ്പിക്കും. അങ്ങനെ ഇപ്പം ഒന്നുമില്ല, എന്തെങ്കിലും ആകട്ടെ നമുക്ക് ചെയ്യാമെന്ന് പറയും. ഓക്കെ, ഇനി ഇക്ക ഞാൻ വേറൊരു വീഡിയോ ഇക്കയ്ക്ക് കാണിച്ചു തരാം. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള നീ വീണ്ടും വയസ്സറിയിച്ചു എന്നുള്ള കാര്യം ഞാൻ കുറച്ച് വൈകി അറിഞ്ഞത്. ഇപ്പൊ സുബൈർ വിളിച്ചപ്പോഴാണ് പറയണത് ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ നിനക്കറിയാലോ, ഞാൻ ഈ ഫേസ്ബുക്ക് അതൊന്നും തൊടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അലർട്ടൊക്കെ വന്ന് ഞാൻ അറിഞ്ഞാനായിരുന്നു. അപ്പോൾ ആശംസിക്കാൻ വൈകിയതിൽ സോറി, ക്ഷമിക്കുക. ഇനി ഒരുപാട് സിനിമകളും ഒരുപാട് വർഷങ്ങളും നിന്റെ കൂടെ ഉണ്ടാവട്ടെ. എല്ലാ സിനിമകളും ഗംഭീരമാവട്ടെ. അപ്പോൾ എൻ്റെ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ലാസ്റ്റത്തെ എനിക്ക് വന്ന ബർത്ത്ഡേ വിഷാണ്. പുള്ളി മരിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ഒരു ബർത്ത്ഡേ വിഷ് അതാണ്. പുള്ളിയായിട്ടൊരു
തുടക്കത്തിലൊന്നും വലിയ ബന്ധമൊന്നും ഉണ്ടായില്ല. ഞാൻ പുള്ളീനെ ഏറ്റവും കൂടുതൽ പുള്ളിയായിട്ട് അടുക്കുന്നത് പിക്കറ്റ് 43 എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് കാശ്മീരിൽ നടക്കുമ്പോൾ പുള്ളി അവിടെ പൃഥ്വിരാജിനെ അനാർക്കലിയുടെ ആവശ്യത്തിന് വേണ്ടി പൃഥ്വിരാജിനെ കാണാൻ വേണ്ടി, അതിനു മുമ്പ് സച്ചേട്ടനെ അറിയാം, ഞങ്ങൾ കാണുന്നു, അവിടെ വെച്ച് കാണുന്നു. പക്ഷെ ആ സമയത്ത് പുള്ളി അവിടെ വന്നൊരു 3-4 ദിവസം താമസിച്ചപ്പോൾ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് അടുത്തുപോയി. അപ്പോൾ ഞാൻ പറയുന്നു അനാർക്കലി തുടങ്ങുമല്ലോ, അപ്പോൾ ഞാൻ വർക്ക് ചെയ്യണ്ടേ. പറയുമ്പോൾ എന്നോട് പുള്ളി പറയാനടാ ഈ സിനിമ എല്ലാം ആയിപ്പോയി, അടുത്ത ഇനിയൊരു സിനിമ ഞാൻ ചെയ്യണമെങ്കിൽ നീ ഉണ്ടാവും എൻ്റെ കൂടെ. അവിടെ മൂലം ആ ബന്ധം അങ്ങനെ തുടർന്നിട്ട് പുള്ളി അയ്യപ്പനും കോശിയും തുടങ്ങുമ്പോൾ നിർബന്ധമായിട്ട് എന്നെ ആ സിനിമയിലോട്ട് സച്ചിയേട്ടനും കൂടി പറഞ്ഞിട്ടാണ് രഞ്ജിയേട്ടനും ശശിയേട്ടനും കൂടി വെക്കണം. പിന്നെ ആ ബന്ധം ഭയങ്കരമായിട്ട് വളർന്നു. എനിക്കിപ്പോഴും ആ ഫാമിലിയായിട്ട്, സാധാരണ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ സിനിമാക്കാരുടെ ഫാമിലിയായിട്ട് പിന്നെ അധികം നാളൊന്നും ആർക്കും കണക്ഷൻ ഉണ്ടായാലോ, കുറച്ച് ആളുകൾ. ഇപ്പോഴും എനിക്ക് ആ ഫാമിലിയായിട്ട് നല്ല ബന്ധമാണ്. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കും. അയ്യപ്പനും കോശിയും കഴിഞ്ഞിട്ട് ഭയങ്കര, അതിനുശേഷം മറ്റേ കൊറോണയൊക്കെ വന്ന സമയത്ത് എപ്പോഴും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഇതുപോലെ അദ്ദേഹം ഇങ്ങനെ സർജറിക്ക് പോകുമ്പോൾ എനിക്കൊരു സർജറി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം എന്നിട്ട് നാളെ ഞാൻ അങ്ങോട്ട് പോവും, നീ ഇങ്ങോട്ട് പോവും, അപ്പോൾ സർജറി കഴിഞ്ഞ് വന്നിട്ട് വേണം നമ്മുടെ ബാക്കി പരിപാടികൾ പ്ലാൻ ചെയ്യാൻ. പുള്ളിയും ഞാനും കൂടി ചേർന്നുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി. ഒരു വൻ പടമായിരുന്നു ആദ്യത്തെ പ്ലാൻ ചെയ്തത്. മമ്മൂക്ക, ബീച്ചേട്ടൻ, പൃഥ്വിരാജ്, ആസിഫ് അലി 4 പേരെയും കൂടി വെച്ചിട്ടുള്ളൊരു പടം പുള്ളി പ്ലാൻ ചെയ്യുക. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യുന്ന പടം അതാണെന്ന് പറഞ്ഞത്. പക്ഷേ വിധി പുള്ളീനെ നമ്മൾ അവിടെ അങ്ങോട്ട്. എന്തൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു ശരിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടാണ് ന്യൂസ് കാണുന്നത്. അതിന് മുമ്പ് 2-3 ദിവസം മുമ്പേ ഇങ്ങനെ സീരിയസ് ആയി എന്നുള്ള കാര്യങ്ങൾ എനിക്ക് എപ്പോഴും ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞറിയാം. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കാണാൻ വേണ്ടി വീട്ടിൽ വരുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പറ്റി. ഞാൻ ഡോക്ടറോട് വന്ന് എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറേ മെഡിസിൻ സപ്പോർട്ട് കൂടിയൊക്കെയാണ് എന്നെ അവിടെ കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഷോക്ക് ചെയ്തിട്ടുണ്ടാവുന്നതും ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടാവുന്നതും ഇക്കനെ തന്നെ ആയിരിക്കും. അത് ആ ഒരു ലാസ്റ്റ് നിമിഷങ്ങളിൽ ഭയങ്കര അടുപ്പമായിരുന്നു. ഇടക്കിടക്ക് വീട്ടിലോട്ട് വിളിക്കും, വയ്യാതിരിക്കുമ്പോഴും വിളിക്കും, ഞാൻ പോയിരിക്കും അവിടെ, ഓരോ കഥകൾ ചർച്ച ചെയ്യും. ഏത് കഥയുണ്ടെങ്കിലും എന്ത് കഥ പുള്ളിയുടെ മനസ്സിൽ തോന്നിയാലും ഏറ്റവും ആദ്യം വിളിച്ചു പറയേണ്ട പൃഥ്വിരാജിൻ്റെ അടുത്ത്. അവിടെ കഴിഞ്ഞിട്ട് വേറെ ആരോടും കഥ പറയുള്ളൂ. അവരും അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു. അല്ല അതുണ്ട്, എനിക്ക് എപ്പോഴും കാണാൻ വേണ്ടിയാണ് അതവിടെ വെച്ചേക്കുന്നത്. ഇന്നിപ്പോ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പൃഥ്വിയുടെ തന്നെ ഡയറക്ടറിൽ വരുന്ന എംപുരാൻ അതെ പിന്നെ ഉറപ്പായിട്ടും അല്ലേ അത് അതിനെ എങ്ങനെ ഇതാക്കിയല്ലേ. ഇക്കയുടെ പുതിയ പ്രൊജക്റ്റുകൾ ഇനി വരാൻ, ഞാനിപ്പോൾ ഒരു പടം റിലീസാണ് അടുത്ത മാസം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഈ മാർച്ച് 31 കഴിഞ്ഞിട്ട് തീരുമാനിക്കുള്ളൂ. ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ പടമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായി. റേച്ചൽ എന്ന് പറഞ്ഞ സിനിമയാണ്, ഹണി റോസിൻ്റെ സിനിമയാണ്. അതാണ് ഇപ്പോൾ റിലീസിന് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്ത പടമാണ്, ഞാൻ എക്സിക്യൂട്ട് ചെയ്തൊരു പടമാണ് നരിവേട്ട. അതിപ്പോൾ മെയ് 16 റിലീസാണ്. ഇനിയിപ്പോൾ ഒരു പടം ഞാനൊരു ജയറാമേട്ടൻ പടം വർക്ക് ചെയ്യാൻ വേണ്ടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് മെയ്യിൽ തുടങ്ങും. പിന്നെ നമ്മുടെ അടുത്ത പ്രൊഡക്ഷൻ ഫഹദ് ഫാസിലിൻ്റെ പടമായിരിക്കും. അത് ഒരു കുറച്ചുകൂടി കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരെണ്ണം ഞങ്ങൾ അതായത് സെറ്റായി എല്ലാം കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് ഇപ്പോൾ തൽക്കാലം ഒന്ന് ഉപേക്ഷിച്ചു. ബിപിൻ ദാസിൻ്റെ ഒരു പ്രൊജക്റ്റായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അത് S.J. സൂരിയും ഫഹദും കൂടി അഭിനയിക്കുന്നൊരു പടമായിരുന്നു. ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റിൻ്റെ അവസ്ഥയിലൊക്കെ ആ സിനിമ കൊണ്ടുപോകാൻ വലിയ പ്രയാസം ആയതുകൊണ്ട് പതുക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കുവാണ്. പകരം വേറൊരു പ്രൊജക്റ്റ് ഇമ്മീഡിയറ്റ് തന്നെ തുടങ്ങാൻ അതിൻ്റെ പ്ലാനിങ് ഇപ്പോൾ ഒരു ഏപ്രിൽ പകുതിയോടുകൂടിയൊക്കെ അതിൻ്റെ ഒരു പിക്ചറാവും. അത് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടിയിലോട്ട് നടക്കും. പ്രൊഡക്ഷൻ ഇനി അതായിരിക്കും. ഓക്കെ. അപ്പൊ ഇക്ക ഇപ്പോൾ അഭിനയിക്കാനും ഭയങ്കര താല്പര്യനാണ്. കുറേ സിനിമകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വരുന്ന പ്രൊജക്റ്റുകളിലൊക്കെ ഇക്ക അഭിനയിക്കുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന പടങ്ങളിലൊന്നും അങ്ങനെ ഞാൻ ചെയ്യണമെന്നില്ല. പക്ഷെ നരിവേട്ടിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ 2-3 സിനിമകൾ ഈ അടുത്ത് പോയി. ഒന്ന് ബിപിൻ ദാസ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ബിപിൻ ഡയറക്റ്റ് ചെയ്ത ഒരു പടം ഉണ്ടായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഷൂട്ട് കിടന്ന വ്യസന സമേതം ബന്ധുമിത്ര. അതിനകത്തൊരു നല്ല വേഷം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കാലിനൊരു ചെറിയ പ്രശ്നം പറ്റി ഞാൻ
ഹോസ്പിറ്റലായി പോയതുകൊണ്ട് അതിൽ അഭിനയിക്കാൻ പറ്റിയില്ല. ഓക്കെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ബിബിൻ ജോർജിൻ്റെ ഒരു പടം കോട്ടയത്ത് നടന്ന് അവരൊരു ക്യാരക്ടർ ഞാൻ വിളിച്ചു, അന്നും പോകാൻ പറ്റിയില്ല. ഇപ്പം കാസർഗോഡ് KSFDCയുടെ ഒരു സിനിമ, എല്ലാം ടെക്നീഷ്യന്മാരും പെണ്ണുങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സിനിമ, അതിനകത്തൊരു നല്ല ക്യാരക്ടറായിരുന്നു. അന്നാണ് ഈ മുട്ടിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. ഓരോ വിഷയങ്ങൾ വന്ന് ഇപ്പം ഈ അടുത്ത് വന്ന ഒരു പടം അഭിനയിക്കാൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്, അപ്പൊ ചെയ്യാൻ പറ്റാതെ വരുമ്പോ ഭയങ്കര വിഷമമുള്ള അല്ലേ? ഓക്കെ. എന്തോ അതൊക്കെ അതിനെക്കാട്ടിലും ഒക്കെ ഒരുപാട് നല്ലത് ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം. ഒരേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇത്ര അധികം പൈസ ഇറക്കി ഒരു സിനിമ ഒരു പ്രൊഡ്യൂസർ ഇറക്കി കഴിയുമ്പോൾ ആ സിനിമയുടെ ഇന്നിപ്പോൾ ഈ പിന്നെ പ്രിന്റും കാര്യങ്ങളുമെല്ലാം, ഇപ്പം വോയിസ് ഓഫ് സത്യനാഥൻ തന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇക്കയുടെ ആ മൂവി അതായിരുന്നു, അന്ന് വൈകുന്നേരം തന്നെ അതിൻ്റെ പ്രിന്റ് ടെലിഗ്രാമിലൂടെ റിലീസായി. ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പറയുന്ന പോലത്തെ ആപ്ലിക്കേഷനിലൂടെ പലർക്കും സിനിമകൾ കാണുന്ന ആൾക്കാരും ഉണ്ട്. തിയേറ്ററിൽ പോയി കാണുന്നില്ല, ഇങ്ങനെ ഇരുന്ന് വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ശരിക്കും ഭയങ്കര ഇതല്ലേ ഇക്ക, വിഷമിപ്പിക്കുന്ന കാര്യമാണ്. അതിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ള പല നിവേദനങ്ങളും പല കാര്യങ്ങൾക്കും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടും അല്ല സംസ്ഥാന നമ്മൾ ഗവൺമെൻറ്റുകളൊക്കെ സമീപിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഒരു കാര്യം, ഇപ്പം ഇന്നിപ്പോൾ ടെലഗ്രാം നമ്മളത് ബ്ലോക്ക് ചെയ്താൽ അടുത്ത വേറെ സാധനം വരും. വ്യാജന ഇറക്കി. ഇപ്പോൾ ഈ ഒരിടയ്ക്ക് തമിഴ് റോക്കേഴ്സായിരുന്നു ഏറ്റവും കൂടുതൽ സിനിമകൾ ഇറക്കിക്കൊണ്ടിരുന്നത്. അവരെ ഇപ്പം ഈ അടുത്ത് അറസ്റ്റ് പിടിച്ചതോടുകൂടി അവരൊന്നും ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സാധനം എങ്ങനെയെങ്കിലുമൊക്കെ വരും. അത് ഭയങ്കര വിഷമമുള്ള കാര്യം. നമ്മൾ ഇത്രയും കാശ് ഇത്രയും കോടികൾ മുടക്കി സിനിമ പിടിച്ചിട്ട് ഒരുത്തൻ ചുമ്മാ അത് എന്നെ ഒരാൾ വിളിക്കുകയാണ്, ഒരുത്തൻ ട്രെയിനിൽ പോകുമ്പോൾ ഒരുത്തന്ന് പടം കാണുക, പടമുള്ള തിയേറ്ററിൽ കളിച്ചിട്ട് മൊബൈലിലിരുന്ന് പടം കാണുക, ഈ വ്യാജ പ്രിൻ്റായി കണ്ടുകൊണ്ടിരിക്കണ ഇക്കയുടെ പടം ഒരുത്തൻ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞ് ഒരുത്തൻ വിളിക്കുക. ഞാൻ അയാളെ വിളിച്ചിട്ട് അയാൾക്കൊന്ന് ഫോൺ കൊടുക്കുക, ഞാൻ സംസാരിക്കും. എന്നിട്ട് അയാൾ അത് ഡിലീറ്റ് ചെയ്ത് ഞാൻ വിളിച്ച് സംസാരിക്കും. അങ്ങനെയുള്ള അവസരങ്ങളുണ്ടായി. പിന്നെ നമ്മൾ മാക്സിമം ഇതിലൊക്കെ വരുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയിക്കാനുള്ള പരിപാടികൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും പലതും നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യവുമല്ല അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരൊന്നും ചെയ്യാൻ പറ്റാതെ 1-2 കേസിലൊക്കെ ഇവന്മാരെ പിടിക്കാൻ പറ്റിയാലും പിന്നെ ഇവന്മാർ തന്നെ ചെയ്യും. അതെ, ഒരാളെ വേറെ എവിടെന്നെങ്കിലും ആരെങ്കിലും അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടെ നമ്മളാണ് അവിടെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവരെ പോലത്തെ ആൾക്കാരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ സ്ട്രെസ്സും നമുക്ക് ഈ വരുന്ന ടെൻഷനും എല്ലാം മാറ്റാനാണ് നമ്മളെല്ലാവരും പോയി നല്ല നല്ല സിനിമകൾ കാണുന്നത് അല്ലേ? അപ്പോൾ ഇതേപോലത്തെ ആൾക്കാർ ഇവരുടെ അധ്വാനിച്ച പൈസയും വെച്ച് ഇത്തരം നല്ല സിനിമകൾ നമുക്ക് സമ്മാനിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള പ്രിന്റുകൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മുടെ തന്നെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇക്ക പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ഇത് കാണിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. എന്തായാലും ഇക്ക താങ്ക് യു, ഒരുപാട് സന്തോഷം ഇക്കയുടെ ഈ വാല്യുബിൾ ടൈം ഞങ്ങൾക്ക് തന്നതിന്. ഇപ്പോൾ ഇക്കയുടെ ഹെൽത്ത് ഒക്കെ ഇപ്പോൾ ബെറ്റർ ആയോ? അപ്പൊ ഇനി വളരെ ഉഷാറായിട്ട് ഇക്കയുടെ ബാക്കിയുള്ള ഫ്യൂച്ചർ പ്രൊജക്റ്റിലേക്കൊക്കെ ഇറങ്ങാം അല്ലേ? അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡ്യൂസർ, ഇനി ആക്ടിങ്, അങ്ങനെ പല പല മേഖലകളിലായിട്ട് ഈ വർഷം തന്നെ ഇക്കയ്ക്ക് ഒരുപാട് നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു ഇക്ക. താങ്ക് യു സോ മച്ച്.